ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് അനൂസ്. അപ്പോൾ എക്സാമിൻ്റെ തിരക്കൊക്കെ ഇരുന്നിട്ട് അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടൊരു വീഡിയോ ഇട്ടിട്ട് കുറേ ആയി. അപ്പോൾ ഞങ്ങൾ മോഡൽ എക്സാമിൻ്റെ സമയത്ത് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് സാവധാനം വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് കരുതി വെച്ചാണ് വീഡിയോ ആണേ. അപ്പോൾ ഞങ്ങൾ പോണത് എന്താ വെച്ചാൽ അറ്റ്ലസ് ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ. പെരിന്തൽമണ്ണ പുതിയ ടെക്സ്റ്റൈൽസാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ പോകാറുള്ളത് ചമയത്തിലേക്കും ബ്യൂട്ടി സിൽക്സിലൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ കടയിൽ വരുന്നത്. അനുവിന് സെൻഡ് ഓഫിന് ഡ്രസ്സ് വേണം പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അമ്മൂന് എടുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഒരു ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ ഇതൊരു തരികിട വീഡിയോ ആണ് കേട്ടോ. അതായത് സാധാരണ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ കയറിയ ഉടനെ മാനേജറോടൊക്കെ സമ്മതം ചോദിക്കും, വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച് സമ്മതമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങല്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എടുക്കാനും പറ്റും, നേരെ ക്യാമറയൊക്കെ പിടിക്കാനൊക്കെ പറ്റും. ഇതെന്താ വെച്ചാൽ എൻ്റെ ഫോണ് ചിലപ്പോൾ വട്ടത്തിലും നീളത്തിലും ചെരിഞ്ഞിട്ടും ഒക്കെ ആവണുണ്ട് കേട്ടോ. കാരണം ഇത് നടക്കുമ്പോൾ അങ്ങോട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലെത്തും വേണം. കാരണം പിറ്റേ ദിവസം പരീക്ഷ ഉണ്ടാകും കൊണ്ട് പഠിക്കണം. അപ്പോൾ ഒരു അരമണിക്കൂറും കൊണ്ട് പോയി വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ബൈക്കിലാണ് പോയത്. അങ്ങാടിപ്പുറത്ത് ബൈക്ക് നിർത്തിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ ഇങ്ങനെ നല്ല സെലക്ഷൻസൊക്കെ ഉണ്ട്, അടിപൊളി സെലക്ഷൻസ് ഉണ്ട് കേട്ടോ. ചുരിദാറും മറ്റ് തുണികളൊക്കെ 999 ജോഡയാണ് എല്ലാ ഡ്രസ്സുകളും. ഈ കല്യാണ ഡ്രസ്സുകളൊക്കെ മാത്രമേ ഇത്തിരി വില ഉള്ളൂ, നല്ല വില ഉള്ളത്. ബാക്കിയൊക്കെയും 1000ൻ്റെ ചോടയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ചുരിദാറൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു കേട്ടോ. സെലക്ട് ചെയ്ത് പറഞ്ഞാൽ കണ്ടുപിടിച്ച് വെച്ച് നോക്കിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. പിന്നെ വന്ന് വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞങ്ങൾ പോയി വാങ്ങിയിട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ വോയിസ് കൊടുക്കണമൊക്കെ എക്സാം കഴിഞ്ഞിട്ട് വെക്കേഷൻ ആയി. ഇപ്പം എനിക്ക് വെക്കേഷൻ ആയല്ലോ, അപ്പോഴാണ് സാവധാനം പോലെ വീഡിയോ ഇടുന്നത്. വീഡിയോ ഇടാൻ ഇപ്പോഴേക്ക് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാമിന് പോയാൽ പിന്നെ ഫോണൊക്കെ എൻ്റെ കയ്യിലുണ്ടാവും. അതുവരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കും. ബുക്കും ഒപ്പം വെച്ചിട്ടൊക്കെയാണ് പഠിച്ചിരുന്നത്. പിന്നെ എന്തെങ്കിലും മനസ്സിലാവാത്തൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ ചോദിച്ച് ഒക്കെയാണ് അവൾ പഠിച്ചിരുന്നത്. ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഫോണോട് അവൾക്ക് ഒഴിഞ്ഞു കൊടുത്തിരുന്നു കേട്ടോ. വേറൊരു ഫോണുണ്ട്, പക്ഷേ അതിൽ എപ്പോഴും ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫോണോട് ഒഴിഞ്ഞു കൊടുത്തിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അവൾ എക്സാമിന് പോകുമ്പോൾ മാത്രമേ എൻ്റെ കയ്യിൽ അധികം ഫോൺ ഉണ്ടാവുള്ളൂ തുറച്ചിട്ട്. അപ്പോഴാണ് വെച്ചാൽ എനിക്ക് ഒടുക്കത്തെ ടെൻഷനും പ്രാർത്ഥനയായിരിക്കും. എക്സാം നല്ലപോലെ എഴുതാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണല്ലോ നമ്മൾ മക്കൾ വരണവരിക്കുക. അപ്പോൾ എനിക്ക് ഒന്നും തോന്നിയിരുന്നില്ല കേട്ടോ. വീഡിയോ ഇടാൻ വോയിസ് കൊടുക്കാനൊന്നും തോന്നിയിരുന്നില്ല. ഇത് വെറും മ്യൂസിക് കൊടുത്തിട്ട് ഇടാനും എനിക്ക് തോന്നിയില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സ് അമ്മൂനും രണ്ടാൾക്കും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നമ്മളിങ്ങനെ നൈറ്റ് ട്രാവലൊക്കെ ചെയ്തിട്ട് കേട്ടോ. കുറേ ഇങ്ങനെ പോയിട്ടില്ല. പെരിന്തൽമണ്ണ തന്നെ ഇപ്പോൾ കണ്ടിട്ട് 3-4 മാസം ആയിട്ടുണ്ടാവും. വീട്ടിൽ പോകണം അന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ മാർക്കറ്റ് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വൈകുന്നേരം അങ്ങനെ ഈ എന്താ പറയുക, ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ റോഡുകളും ഒക്കെ കാണുമ്പോൾ നിറയെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അറ്റത്തൊന്നല്ല കേട്ടോ ഇരുന്ന്, അമ്മുവാണ് സൈഡ് സീറ്റിന് എപ്പോഴും വാശി പിടിക്കാറ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം തരണം കേട്ടോ, എന്താ വെച്ചാൽ അമ്മയ്ക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആണ്. പിന്നെ ഞങ്ങൾ ഈ നന്ദിലത്ത് ജിമാർട്ട് എന്ന് പറഞ്ഞിട്ടോ ടിവിയും ഫ്രിഡ്ജ് അങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ടുള്ളത്. ആ സമയത്തൊക്കെ യൂട്യൂബൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ വാങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഫുള്ള് വീഡിയോ ആക്കി ഇട്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കടയൊക്കെ കാണാൻ. പിന്നെ കുറേയൊന്നും നമുക്ക് ഈ ലൈറ്റിൻ്റെ ഇതിൽ തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ ഇത് KM റെക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള കടയൊക്കെ അതൊക്കെ കല്യാണം ഇതാണ് തോന്നുന്നു ടെക്സ്റ്റൈൽസ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പുതിയത് വന്നതാണ്. അതൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഞങ്ങളിതാ ഇപ്പോൾ എത്താനായിട്ടുണ്ട്. പിന്നെ പരീക്ഷയ്ക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് വരെ അവളെ പഠിപ്പിച്ചെടുത്തത് ഞാനാണ്. ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ നല്ല പഠിപ്പിച്ച USS ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിലത്തെ ഒന്നും മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടതിൽ കുറേ ടിക്കൊക്കെ കണ്ടാലൊരു സമാധാനമുള്ളൂ കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഞാൻ മാർക്കൊന്നും കണക്കൂട്ടി വെക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്താൽ മതി, ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
പിന്നെ എൻ്റെ വോയിസിൻ്റെ മൈക്കൊക്കെ കേട് വന്ന് പോയിട്ടോ. അപ്പോൾ എൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഒരു ബാസ് ഉണ്ട് തോന്നുന്നുണ്ട്. ക്ഷമിക്കണേ. പുതിയ മൈക്കൊക്കെ ഓർഡർ ചെയ്യണം. ഈ തിരക്കൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇവിടെ തിരക്കൊക്കെ കഴിയട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ മേൽപ്പാലത്തിൻ്റെ അവിടെ എത്താനായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. റീൽസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.